find the mode of binomial distribution for which mean is 4 and standard deviation is √3. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് തന്നിരിക്കുന്നത്. ഇവരുടെ മോഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് എന്താണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് നോക്കാം. മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. എന്നും പിയും അതിൻ്റെ പാരാമീറ്റേഴ്സാണ്. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ റൂട്ട് ഓഫ് എൻ പി ക്യു ആണ് നമുക്ക് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു √3 എന്ന് തന്നിട്ടുണ്ട്. Therefore its variance which is NPQ is equal to 3. അപ്പോൾ നമുക്ക് അറിയുന്നത് NP is equal to 4 എന്നറിയാം, NPQ is equal to 3 എന്നറിയാം അല്ലേ. അപ്പം NPQ ഡിവൈഡഡ് ബൈ NP which is equal to Q. അപ്പോൾ Q എന്താണ് വരുന്നത്? NPQ is equal to 3 divided by NP is equal to 4. അപ്പോൾ Q is equal to 3/4 എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് P കണ്ടുപിടിക്കാം അല്ലേ. വാട്ട് ഈസ് P? P plus Q is equal to 1 എന്ന് നമുക്കറിയാം. ആൻഡ് therefore Q is equal to P is equal to 1 minus Q എന്ന് നമുക്ക് എഴുതാം, which is equal to 1 minus 3/4 and P is equal to 1/4. അപ്പോൾ മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് NPയും Pൻ്റെയും ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ NP ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എഴുതുന്നത്? അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്നും പിയും ആണെങ്കിൽ ആൻഡ് ഇഫ് എക്സ് ഇസ് ദ മോഡ് then we can write NP plus P minus 1 less than or equal to X less than or equal to NP plus P. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എങ്കിൽ if that mode lies between NP plus P minus 1 and NP plus P. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന ഒരു എക്സിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ നോക്കും NP പ്ലസ് പി എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിന് ഡബിൾ മോഡ് ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത്. നേരെ മറിച്ചിട്ട് NP പ്ലസ് പി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഇൻറ്റിജർ പ്ലസ് ഫ്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ഒരു സിംഗിൾ മോഡേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ മോഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻ. NP plus P minus 1 less than or equal to X less than or equal to NP plus P. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം NP plus P കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വിവരത്തിൽ NP എന്ന് പറയുന്നത് 4 ആണ് ആൻഡ് P എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു ഇറ്റ്സ് 1/4 ഓർ ദിസ് ഇസ് 4 plus 0.25 ആണ് ഓർ NP plus P is equal to 4.25. What is NP plus P minus 1? That is 3.25. അപ്പോൾ മോഡിനുള്ള കണ്ടീഷൻ ഇഫ് എക്സ് ഇസ് ദ മോഡ് then we can write ഇതാണ് കണ്ടീഷൻ. നമ്മൾ NP plus P minus 1 less than or equal to X less than or equal to NP plus P എന്നുള്ള കണ്ടീഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 3.25 less than or equal to X less than or equal to 4.25 എന്ന് എഴുതാം. അതായത് എൻ്റെ മോഡിൻ്റെ വാല്യൂ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡിൻ്റെ വാല്യൂ 3.25ൻ്റെയും 4.25ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഇൻറ്റിജർ വാല്യൂസ് ആണ് അല്ലേ. 0, 1, 2, 3 എക്സെട്ര അപ് ടു n ആണ്. അതായത് ഇങ്ങനെ ഡെസിമൽ വരുന്ന വാല്യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നില്ല. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂസിൽ 3.25ൻ്റെയും 4.25ൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരൊറ്റ ഇൻറ്റിജർ വാല്യൂ ഉള്ളൂ വിച്ച് ഇസ് 4 അല്ലേ. അപ്പോൾ അതായിരിക്കും മോഡ് ഉണ്ടാവും. അപ്പം therefore മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹെൻസ് ഒബ്റ്റെയിൻ ഇറ്റ്സ് മീൻ ആൻഡ് വേരിയൻസ്. ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താണെന്ന് നോക്കാം. ഫോർ എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ദ PDF f of x is equal to m raised to p by gamma p x raised to p minus 1 e raised to minus mx. ഇവിടെ x is
ഗ്രേറ്റർ ദാൻ 0. എക്സിന്റെ റേഞ്ച് 0-നെക്കാട്ടും കൂടുതലാണ്. 0 to infinity ആണ് എക്സിന്റെ റേഞ്ച്. ആൻഡ് എം കോമ പി അത് രണ്ടും ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആണ്, വിച്ച് ആർ പോസിറ്റീവ് വാല്യൂസ്, ഗ്രേറ്റർ ദാൻ 0. അപ്പം എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എം ജി എഫ് നോക്കാം. എം ജി എഫ് എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഇപ്പൊ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. Therefore ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ്. ഇപ്പൊ എക്സിന്റെ റേഞ്ച് എഴുതാം. ഇന്റഗ്രൽ 0 to infinity ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എം റേസ് ടു പി ബൈ ഗാമ പി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ നിന്ന് എം റേസ് ടു പി ബൈ ഗാമ പി എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എം റേസ് ടു പി ബൈ ഗാമ പി. കോൺസ്റ്റന്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചു അല്ലെ. പിന്നെ നമ്മൾ ഇന്റഗ്രലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 0 to infinity ഇവിടെ ഇയുടെ പവറിൽ വരുന്ന 2 ടേമുകൾ നിൽക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്തുകൊണ്ട് എക്സ് റേസ് ടു പി മൈനസ് 1 ഉണ്ട്. അത് നമ്മൾ എക്സ് റേസ് ടു പി മൈനസ് 1 എന്ന് എഴുതി. ഇനി ഇയുടെ പവർ വരുന്ന 2 ടേമുകളുണ്ട്. ഇ റേസ് ടു ടി എക്സ് കിടക്കുന്നുണ്ട്, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സും കിടക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ബേസുകൾ തുല്യമാണ്, ഇ ആണ് അല്ലെ. അപ്പൊ പവറുകൾ നമുക്ക് ആഡ് ചെയ്തിട്ട് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു ടി എക്സ് മൈനസ് എം എക്സ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ എക്സ് ഒരു കോമൺ ഫാക്ടർ ആണ്. അപ്പൊ എക്സിനെ നമുക്ക് പുറത്തേക്ക് വെക്കാം. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആര് വരും? ടി മൈനസ് എം എന്ന് വരും. നമ്മളിവിടെ ഒരു മൈനസിനെ കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തു വെക്കുകയാണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് എം എന്ന് ഞാൻ മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ എനിക്ക് എം മൈനസ് ടി എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇ റേസ് ടു മൈനസ് ഓഫ് എം മൈനസ് ടി ഇൻറ്റു എക്സ് എന്ന് ഈ 2 ടേമുകളെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു ഇ റേസ് ടു മൈനസ് ഓഫ് എം മൈനസ് ടി ഇൻറ്റു എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മളുടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന എം എക്സ് ഓഫ് ടീനെ നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റഗ്രൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാമ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗാമ ഫംഗ്ഷൻ എന്താണ് പറഞ്ഞു തരുന്നത്? ഇന്റഗ്രൽ 0 to infinity എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന് വന്നാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്നാ പറയുന്നത്? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഇന്റഗ്രൽ അതേ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. എക്സ് റേസ് ടു ഇന്റഗ്രൽ 0 to infinity ഉണ്ട്, എക്സ് റേസ് ടു പി മൈനസ് 1 വന്നിരിക്കുന്നു, ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് വന്നതിന് പകരം ഇവിടെ എം മൈനസ് ടി ഇൻറ്റു എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളൊരു മൈനസിനെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതേ പാറ്റേണിൽ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എം വന്നവിടെ എം മൈനസ് ടി എന്ന് വന്നിട്ടുണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അല്ല. അപ്പൊ ഈ ഇന്റഗ്രലിന്റെ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം? ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്നുള്ള അവിടെ എം മൈനസ് ടി ഹോൾ റേസ് ടു പി എന്ന് എഴുതാം. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എം റേസ് ടു പി ബൈ ഗാമ പി. ആൻഡ് ഈ ഇന്റഗ്രലിനെ ഞാൻ ഗാമ പി ഡിവൈഡഡ് ബൈ എം മൈനസ് ടി ഹോൾ റേസ് ടു പി എന്ന് എഴുതുന്നു. കാരണം എമ്മിന്റെ സ്ഥാനത്ത് എം മൈനസ് ടി വന്നു എന്ന് ഓർക്കുക. അപ്പൊ നമുക്കിവിടെ കോമൺ ഫാക്ടേഴ്സിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എം റേസ് ടു പി ഡിവൈഡഡ് ബൈ എം മൈനസ് ടി ഹോൾ റേസ് ടു പി, അല്ലെങ്കിൽ എം ഡിവൈഡഡ് ബൈ എം മൈനസ് ടി ഹോൾ റേസ് ടു പി എന്ന് എഴുതും. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലും താഴെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. എന്താണ്? വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എം. അപ്പൊ അതിന് എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 1 വരും, താഴെ എന്ത് വരും? 1 മൈനസ് അല്ലെ, എമ്മിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 മൈനസ് ടീനെ എം കൊണ്ട് ഡിവൈഡ് ടി ബൈ എം ഹോൾ റേസ് ടു പി എന്ന് വരുന്നു. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു മൈനസ് പി. ഇതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് എഴുതുന്നത്. എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു പി.
എന്നിട്ട് അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് MGF ഉപയോഗിച്ചിട്ട് അതിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് MGF കിട്ടിയത് നമ്മൾ എടുത്ത് എഴുതുന്നു ഒന്നുകൂടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T/m ഹോൾ റേസ് ടു മൈനസ് p. അപ്പോൾ MGF എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൂമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അറിയാം അല്ലെ. അപ്പൊ മൂമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മൂമെന്റുകളെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. മൂമെന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് റോ മൂമെന്റ്സിനെയാണ് ഈ മൂമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോ മൂമെന്റ്സിനെ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോ മൂമെന്റ് ദാറ്റ് ഈസ് μ1 വിച്ച് ഈസ് അവർ മീൻ. μ1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മീൻ ആണ്, വിച്ച് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതിനെ നമുക്ക് എങ്ങനെയാണ് MGF ഉപയോഗിച്ചിട്ട് കിട്ടുന്നത്? MGF ഉപയോഗിച്ചിട്ട് μ1 കിട്ടണമെങ്കിൽ MGFനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി, അതായത് dmx ഓഫ് t/dt ചെയ്യുന്നു ആൻഡ് പുട്ട് t ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? μ1 അതായത് മീൻ നമുക്ക് കിട്ടും. അതുമാതിരി നമ്മൾ ഇനി സെക്കൻഡ് മൂവ്മെന്റ് ദാറ്റ് ഈസ് μ2 ആണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ്. സെക്കൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് റോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് x². അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ MGFനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. d² mx ഓഫ് t/dt² ആൻഡ് പുട്ട് t ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് മീനും കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് x² കിട്ടി. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യമായിട്ട് mx ഓഫ് ടീനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. dmx ഓഫ് t/dt വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് -p ഇൻറ്റു 1 മൈനസ് t/m ഹോൾ റേസ് ടു മൈനസ് ഓഫ് p മൈനസ് 1 അല്ലെ. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. ഇൻറ്റു ഇപ്പോൾ ഇവിടെ ടിയുടെ ഒപ്പം ആരാണുള്ളത്? -1/m എന്നുണ്ട്. -1/m or this can be written as ഇവിടെ -p into -1/m. അതിന് നമുക്ക് p/m എന്ന് എഴുതാം. p/m into 1 minus t/m whole raised to minus of ഇവിടെ p plus 1 എന്നും കൂടി എഴുതാം. ഇതാണ് dmx of t/dt വരുന്നത് അല്ലെ. എനിക്കപ്പം μ1 കിട്ടണം. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് x കിട്ടുക എന്ന് പറഞ്ഞാൽ dmx of t/dt ഇതിനെ എന്ത് കൊടുക്കണം? t is equal to 0 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് എഴുതാം മീൻ expectation of x is equal to, which is actually our μ1 dash, that is equal to dmx of t/dt at t is equal to 0. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ടിക്ക് ഞാൻ 0 കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? p/m ഇൻറ്റു 1 മൈനസ് ടിക്ക് 0 കൊടുത്തു അല്ലേ. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ഇത് 0 ആയി അല്ലേ. ഹോൾ റേസ് ടു മൈനസ് ഓഫ് p പ്ലസ് 1, അതായത് ഈ ടേം 1ലേക്ക് പോയി, 1 ആയിട്ട് മാറി. അപ്പം therefore മീൻ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം മീൻ ഇസ് ഈക്വൽ ടു p/m. ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഇസ് p/m. ഇനി അടുത്തതായിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പ്രഷനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് d² mx ഓഫ് t/dt² ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടി ഇയാളെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു p/m ഇൻറ്റു ഈ പവറിന് മൈനസ് ഓഫ് p പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് t/m ഹോൾ റേസ് ടു മൈനസ് ഓഫ് p പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു മൈനസ് t/mനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -1/m. ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെ മൈനസും മൈനസും ക്യാൻസൽ ആയി പോവേ. അപ്പോൾ p ഇൻറ്റു p പ്ലസ് 1 ഡിവൈഡഡ് ബൈ m² ഇൻറ്റു 1 മൈനസ് t/m ഹോൾ റേസ് ടു ഈ പവറിന് നമുക്ക് മൈനസ് ഓഫ് p -1 -1 എന്ന് പറയും. അപ്പോൾ -2 എന്ന് എഴുതാം. ഇനി നമുക്ക് μ2 കണ്ടുപിടിക്കാം, which is expectation of x² അല്ലേ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x² is equal to d² mx of t by dt² at t is equal to 0. That is p into p plus 1 divided by m² into 1 minus t divided by m whole raised to minus p minus 2.
ഇതാണ് നമുക്ക് ഡി സ്ക്വയർ എം എക്സ് ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. ആൻഡ് അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0. ഇതിൽ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ ടിക്ക് 0 കൊടുത്താൽ ഈ ടേം അല്ലെ, ഈ ടേം 0 ആയിട്ട് പോകും. അതുകൊണ്ട് 1 മൈനസ് 0 അല്ലെ, അപ്പോൾ ഈ ടേം 1 ആയിട്ടും പോകും. Therefore this is equal to p into p plus 1 divided by m square, that is mu 2 dash. അപ്പോൾ അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്, p into p plus 1 divided by m square. നമുക്ക് നേരത്തെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, which is equal to p by m. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് is equal to expectation of x square minus expectation of x the whole square, which is equal to p into p plus 1 by m square minus p by m the whole square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇവിടെ പി സ്ക്വയർ പ്ലസ് പി എന്ന് വരും. രണ്ടിനും ഡിവൈഡ് ബൈ എം സ്ക്വയർ കൊടുക്കും. പി സ്ക്വയർ ബൈ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ബൈ എം സ്ക്വയർ. ആൻഡ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പി സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് വരുന്നു. ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ വരുന്നത്? പി ബൈ എം സ്ക്വയർ. അപ്പോൾ നമുക്ക് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആയിട്ട് പി ബൈ എമ്മിനെയും കിട്ടി, വേരിയൻസ് ആയിട്ട് പി ബൈ എം സ്ക്വയറും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ ഹാർമോണിക് മീൻ ഓഫ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡിന്റെ PDF എന്ന് നോക്കാം. The PDF of beta distribution of second kind is f of x is equal to 1 by beta m comma n x raised to m minus 1 divided by 1 plus x whole raised to m plus n. ഇതാണ് ഇവിടെ എക്സിന്റെ റേഞ്ച് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡിന്റെ റേഞ്ച് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൻഡ് ദ പാരാമീറ്റേഴ്സ് എം കോമ എൻ ദേ ആർ ഗ്രേറ്റർ ദാൻ 0. അപ്പം ഇതാണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡിന്റെ PDF വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ മീൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, വേരിയൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷന്റെ ബീറ്റ ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ ഫംഗ്ഷൻ വേണിച്ചാൽ നമുക്ക് ഒന്ന് ഡെഡ്യൂസ് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെയാണ് നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഫോർ എനി ഡിസ്ട്രിബ്യൂഷൻ ദ ടോട്ടൽ PDF വിൽ ബി ഈക്വൽ ടു 1. ടോട്ടൽ PDF 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് ചെയ്താൽ അതിന്റെ ആൻസർ നമുക്ക് 1 എന്നാണ് കിട്ടുക. അല്ലേ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 ബൈ ബീറ്റ എം കോമ എൻ എക്സ് റേസ് ടു എം മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എം പ്ലസ് എൻ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. ഇവിടുന്ന് 1 ബൈ ബീറ്റ എം എന്നെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുത്താൽ 1 ബൈ ബീറ്റ എം എൻ ഇന്റഗ്രൽ, ഇവിടെ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി ആണ്, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എം മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എം പ്ലസ് എൻ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഓർ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എം മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എം പ്ലസ് എൻ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ എം എൻ എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മളെ ബീറ്റ ഫംഗ്ഷൻ. അതായത് ഈ പാറ്റേണിൽ ഒരു ഒരു ഇന്റഗ്രൽ വരികയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ എം എൻ. അപ്പൊ ഇവിടെ എമ്മും എന്നും ഇവിടെ വന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ബീറ്റ എം എൻ എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ആൻഡ് ന്യൂമറേറ്ററിൽ വരുന്ന കാര്യം ഇവിടെ വന്നിരിക്കുന്ന എം എന്ന് ഒന്ന് കുറച്ചതായിരിക്കും. അപ്പൊ ഈ പാറ്റേണിൽ ഒരു ഇന്റഗ്രൽ വരികയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ എം എൻ. ഇനി നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഹാർമോണിക് മീൻ എങ്ങനെയാണ് കാണുക നോക്കാം. അപ്പൊ നമ്മൾ ഹാർമോണിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ, ഇഫ് എച്ച് ഇസ് ദ ഹാർമോണിക് മീൻ, എച്ച് ആണ് നമ്മളെ ഹാർമോണിക് മീൻ എങ്കിൽ ഏതൊരു ഡിസ്ട്രിബ്യൂഷനും 1 by h will be equal to expectation of 1 by x. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷന്റെയും ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പം റെസിപ്രോക്കൽ ഓഫ് ദ ഹാർമോണിക് മീൻ വിൽ ബി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് 1 by x. So this can be written as integral over x
1 by x into f of x dx, which is integral 0 to infinity 1 by x into f of x എന്താണ് 1 by beta m comma n x raised to m minus 1 divided by 1 plus x whole raised to m plus n dx. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. ഈ 1 by beta m comma n നെ നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുത്തു വെക്കാം. അപ്പോൾ 1 by beta m comma n നെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുത്തു വെച്ചു. ബാക്കി ഇന്റഗ്രൽ 0 to infinity. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു 1 by x ഉണ്ട്, ഇവിടെ x raised to m minus 1 ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ x raised to m minus 1 minus 1 എന്ന് എഴുതും. അതായത് ഇങ്ങനെ എഴുതാൻ കാരണം നമ്മൾ ആ ബീറ്റ ഡിസ്ട്രിബ്യൂഷന്റെ PDF-ന്റെ പാറ്റേൺ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എക്സ് റേസ് ടു സംതിങ് മൈനസ് 1 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എക്സ് റേസ് ടു m minus 1 minus 1 എന്ന് വന്നു അല്ലേ. അത് എഴുതി. പിന്നെ എന്താണ് ഡിവൈഡഡ് ബൈ 1 plus x raised to m plus n dx. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷന്റെ ഈ പാറ്റേണിലുള്ള PDF-ലേക്ക് നമ്മൾ എഴുതാൻ വരികയാണ്. അപ്പോൾ നമ്മൾ അതിനെ ബീറ്റ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബീറ്റ ഫംഗ്ഷൻ ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബീറ്റ ഫംഗ്ഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബീറ്റ ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഇന്റഗ്രൽ 0 to infinity x raised to m minus 1 ഡിവൈഡഡ് ബൈ 1 plus x whole raised to m plus n dx എന്ന് വന്നാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ബീറ്റ m കോമ n എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് 1 by beta mn ഇന്റഗ്രൽ 0 to infinity x raised to m minus 1 minus 1 എന്നാണ് വന്നിരിക്കുന്നത്. താഴെ 1 plus x raised to m plus n. അപ്പോൾ ഇവിടെ ഏത് ക്വാണ്ടിറ്റി മൈനസ് 1 ആണോ വന്നിരിക്കുന്നത് ആ ക്വാണ്ടിറ്റി ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് പ്ലസ് n ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ m minus 1 എന്ന് വന്നതുകൊണ്ട് താഴെയും എന്ത് വരേണ്ടിയിരുന്നു? ബീറ്റ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ താഴെ ഒരു m minus 1 വരേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു m minus 1 നമുക്ക് വെറുതെ വരുത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാനൊരു -1 m minus 1 വരുത്തണം. അപ്പൊ ഞാൻ -1 എന്ന് ചെയ്തു ആൻഡ് +1 എന്നും ചെയ്തു. കാരണം എനിക്ക് m minus 1 വരുത്തണം. അപ്പൊ ആ m minus 1ന്റെ ആ -1ന്റെ എഫക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ +1 ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. ഓർ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് 1 by beta m comma n ഇന്റഗ്രൽ 0 to infinity x raised to m minus 1 minus 1 ഡിവൈഡഡ് ബൈ താഴെയുള്ള ടേംസിനെ ഒന്ന് അതിന്റെ പവറിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുകയാണ്. എനിക്ക് വേണ്ടത് m minus 1 ആണ്. അപ്പൊ m minus 1 എന്ന് ഒന്നിച്ചെടുത്തു. പ്ലസ് n എന്നുള്ളവിടെ ഈ +1 എന്നിന്റെ ഒപ്പം കൊടുത്തു. n plus 1 ഇങ്ങനെ എഴുതി. അപ്പൊ m plus n എന്ന് ഇവിടെ വന്ന സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? m minus 1 plus n plus 1 എന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. which is equal to 1 by beta m comma n. and ഈ ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ m ഉം n ഉം വന്നപ്പോഴാണ് നമ്മളിവിടെ ബീറ്റ mn എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന് പകരം ഇവിടെ m-ന്റെ സ്ഥാനത്ത് ഇതില് m minus 1 വന്നിട്ടുണ്ട്. n-ന്റെ സ്ഥാനത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ n plus 1 വന്നിട്ടുണ്ട്. സോ ദിസ് ഇന്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ m minus 1 കോമ n plus 1. ഇങ്ങനെ നമുക്ക് ഈ ഇന്റഗ്രലിനെ മാറ്റി എഴുതാം. അപ്പൊ ഇതൊരു ബീറ്റ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതി. ഇനി ഞാൻ ഇവരെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ ഫംഗ്ഷനെ ഗാമയുടെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ബീറ്റ m കോമ n എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ m ഗാമ n ഡിവൈഡഡ് ബൈ ഗാമ m പ്ലസ് n. ഇങ്ങനെയാണ് ഒരു ബീറ്റ ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് ഗാമ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത്. അപ്പൊ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിനെ എങ്ങനെ എഴുതാം? ഗാമ m minus 1 ഡിവൈഡഡ് ബൈ ഗാമ n plus 1 ഡിവൈഡഡ് ബൈ ഇവരുടെ സമ്മ m minus 1 ഗാമ m minus 1 പ്ലസ് n plus 1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ എന്താ വരുന്നത്? ഗാമ m ഗാമ n ഡിവൈഡഡ് ബൈ ഗാമ m plus n എന്ന് വരും. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഗാമ m minus 1 നമ്മളിവിടെ എഴുതി. ഗാമ n plus 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. താഴെയുള്ള ടേം എന്താണ്? താഴെ ഗാമ m minus 1 പ്ലസ് n plus 1 അല്ലെ. അപ്പൊ 1 ക്യാൻസൽ ആയി. ദാറ്റ് ഇസ് അഗെയിൻ ഗാമ m plus n ഡിവൈഡഡ് ബൈ ഗാമ m ഗാമ n ഡിവൈഡഡ് ബൈ ഗാമ m
പ്ലസ് എൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ ഗാമ എം പ്ലസ് എന്നും ഗാമ എം പ്ലസ് എന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുന്നത്? that is equal to 1 by h is equal to നമുക്ക് വരുന്നത് ഗാമ m minus 1 ഗാമ n plus 1 divided by ഗാമ m ഗാമ n ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗാമ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഗാമ പി പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഗാമ പി എന്ന് എഴുതാം. അപ്പൊ ഏതൊരു ഫംഗ്ഷന്റെയും ഗാമയുടെ ഉള്ളിൽ വരുന്ന ആളുടെ എന്ത് ചെയ്യാം? ഒന്ന് കുറച്ചിട്ട് താഴേക്ക് പി ഗാമ പി. അല്ലെങ്കിൽ ഇപ്പൊ ഗാമ പി വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി മൈനസ് വൺ ഗാമ പി മൈനസ് വൺ എന്ന രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യാതെ പോവാൻ വേണ്ടിയിട്ട് വലിയ നമ്പറിന്റെ ഗാമേനെ നമ്മൾ ചെറുതിന്റെ ഗാമയുടെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഗാമ എം മൈനസ് വണ്ണിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഗാമ എൻ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഗാമ എൻ എഴുതിക്കൂടെ? എൻ ഗാമ എൻ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ ഗാമ എം വരുന്നുണ്ട്. ഗാമ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് കുറച്ചിട്ട്, അതായത് എം മൈനസ് വൺ ഗാമ എം മൈനസ് വൺ എന്ന് എഴുതാം. ആൻഡ് ഗാമ എന്നിന് ഒന്നും ചെയ്യുന്നില്ല, ഗാമ എൻ എന്ന് എഴുതി. അതായത് ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ടേമുകൾ റെഡി ആയിട്ടുണ്ട്. ഗാമ എം മൈനസ് വണ്ണും ഗാമ എം മൈനസ് വണ്ണും ക്യാൻസലായി, ഗാമ എന്നും ക്യാൻസലായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് വൺ ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് കിട്ടിയത് 1 by ഹാർമോണിക് മീൻ ആണ് അല്ലെ? അപ്പോൾ വാട്ട് ഈസ് ഹാർമോണിക് മീൻ? ഫോർ ഹാർമോണിക് മീൻ എച്ച് ഇസ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് എം മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ. ഇങ്ങനെയാണ് നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷന്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്. If x follows a beta distribution of type 1 with parameters m and n, what is its mean? അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. അപ്പോൾ അതിന്റെ PDF എന്താണെന്ന് നോക്കാം. PDF ഓഫ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഇസ് f of x is equal to 1 by beta m comma n x raised to m minus 1 1 minus x raised to n minus 1 0 less than x less than 1. അപ്പോൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ റേഞ്ച് 0 to 1 ആണ്. ആൻഡ് ഹിയർ the parameters m, n are greater than 0. ഇതാണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷന്റെ PDF വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ബീറ്റ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ PDF ഉപയോഗിച്ചിട്ട് നമ്മളെ ബീറ്റ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം ടോട്ടൽ PDF ഇസ് ഈക്വൽ ടു 1. അതായത് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 ബൈ ബീറ്റ എം കോമ എൻ എക്സ് റേസ് ടു എം മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് എന്ന് ചെയ്താൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് 1 ബൈ ബീറ്റ എം എന്നിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. 1 ബൈ ബീറ്റ എം എൻ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? ഇന്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു എം മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓർ ഇന്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു എം മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ എം കോമ എൻ. ഇതാണ് നമ്മളെ ബീറ്റ ഫംഗ്ഷൻ. അപ്പോൾ ഈ ബീറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പെക്ടേഷൻ കാണാനുള്ള സിംപ്ലിഫിക്കേഷൻ നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷനിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്? 1 ബൈ ബീറ്റ എം കോമ എൻ എക്സ് റേസ് ടു എം മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ആണ്. ഇതെന്ന് 1 ബൈ ബീറ്റ എം കോമ എന്നിനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ദിസ് ഇസ് 1 ബൈ ബീറ്റ എം കോമ എൻ ഇന്റഗ്രൽ 0 to 1. പിന്നെ ഇവിടെ എക്സിന്റെ ടേംസ് നോക്കുമ്പം ഇവിടെ എക്സ് റേസ് ടു 1 ഉണ്ട്, ഇവിടെ എക്സ് റേസ് ടു എം മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമുകളെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്: എക്സ് റേസ് ടു എം പ്ലസ് 1 മൈനസ് 1.
ഇങ്ങനെ നമ്മൾ എഴുതാൻ കാരണം നമ്മൾ ബീറ്റ ഫംഗ്ഷൻ വരികയാണെങ്കിൽ എക്സിന്റെ പവറിൽ സംതിങ് -1 എന്നുള്ള പാറ്റേണിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ x⁻m+1 - 1 തന്നെ എഴുതിയത്. പിന്നെ ബാക്കി 1 - x n-1 dx. ഇങ്ങനെയാണ് നമ്മൾ ബീറ്റ ഫംഗ്ഷനെ നമ്മൾ എഴുതുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1/βm, n ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് അവർ ബീറ്റ ഫംഗ്ഷൻ. ഇതാണ് നമ്മളുടെ ബീറ്റ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 x⁻m-1 1 - x⁻n-1 dx എന്ന് വന്നാൽ ബീറ്റ mn എന്ന് എഴുതാം. ഇവിടെ m വന്ന സ്ഥാനത്ത് മാത്രം വ്യത്യാസമുണ്ട്. m+1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ബീറ്റ m+1 n എന്ന് ഇതിനെ എഴുതും. അപ്പം 1/β m, n ഇൻറ്റു ബീറ്റ m+1, n എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/βmn. അപ്പോൾ നമുക്കറിയാം ബീറ്റ mn എന്ന് വന്നാൽ നമുക്കതിനെ ഗാമ ഫംഗ്ഷന്റെ ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് ഗാമ m n ഡിവൈഡഡ് ബൈ ഗാമ m+n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ബീറ്റ m+1, n ആണ്. അപ്പോൾ അതിന് നമുക്ക് ഗാമ m+1 ഇൻറ്റു ഗാമ n ഡിവൈഡഡ് ബൈ ഗാമ m+1 n എന്ന് എഴുതാം. ആൻഡ് താഴെ ബീറ്റ mn എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ m n ഡിവൈഡഡ് ബൈ ഗാമ m+n. ഇങ്ങനെ വരും അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഗാമ n ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് ഗാമ m+1 ഉണ്ട്. താഴെ എന്തുണ്ട്? ഗാമ m+n+1 ഉണ്ട്. താഴത്തെ ടേം മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഗാമ m+n ഇവിടെയുണ്ട് ഡിവൈഡഡ് ബൈ ഗാമ m. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഗാമയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഗാമ p+1 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് p ഗാമ. അതേപോലെ അപ്പം ഞാൻ ഇവിടെ മാറ്റി എഴുതാൻ പോവാണ്. ഗാമ m+n എനിക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് m ഇൻറ്റു ഗാമ m. ആൻഡ് ഗാമ m+n നമ്മൾ മാറ്റുന്നില്ല. ദാറ്റ് ഈസ് ഗാമ m+n ഡിവൈഡഡ് ബൈ ഇവിടെ ഗാമ m+n+1 എങ്ങനെ എഴുതാം? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് m+n ഗാമ m+n അല്ലേ? പിന്നെ ബാക്കിയുള്ള ഗാമ ഇവിടെ ഗാമ m ആണ്. ഇവിടെ ഗാമ m കൂടി നമ്മളിവിടെ എഴുതും അല്ലേ? അപ്പോൾ ഇവിടെ ഗാമ m ക്യാൻസൽ ആയിപ്പോയി. ഗാമ m+n ഗാമ m+n ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? m ഡിവൈഡഡ് ബൈ m+n. ഇതാണ് നമ്മളുടെ മീൻ ഓഫ് beta distribution of first cut.